ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റിനോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പുതിയൊരു കോൺട്രാക്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് സൈൻ ചെയ്യണമെങ്കിൽ എൻ്റെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നടത്തി തരണം, നിങ്ങൾ എനിക്ക് രണ്ട് ഉറപ്പ് നൽകണം എന്നതാണ്. എന്താണ് ആ രണ്ട് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആരാണ് ബ്രൂണോ ഫെർണാണ്ടസ്, എന്താണ് ബ്രൂണോ ഫെർണാണ്ടസ്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് യൂറോപ്പിലെ വമ്പൻ ടീമായിരുന്നു ഒരു കാലത്ത് അവർ. അതിനുശേഷം പടിപ്പടിയായിട്ട് താഴേക്ക് പോയി. പ്രീമിയർ ലീഗ് നേടിയിട്ട് കുറേ കാലമായി, ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ട് കുറേ കാലമായി. ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായിട്ട് കളിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ല അവർ. അതായത് തുടർച്ചയായിട്ട് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥിതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറേ കോച്ചസിനെ കൊണ്ടുവന്നു, കുറേ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നു, സൂപ്പർ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. പല ടീമിലും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള യുവതാരങ്ങളായാലും ശരി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളായാലും ശരി, അങ്ങനെയുള്ള പല താരങ്ങളെ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു സീസണിൽ മികച്ച പെർഫോമൻസ് നടത്തും, പിന്നെ ഗെയിം താഴേക്ക് പോകും. ഇല്ലെങ്കിൽ വന്ന അന്ന് മുതൽ വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു. അദ്ദേഹം വന്ന് കളിച്ച ഫസ്റ്റ് മാച്ച് മുതൽ ഇപ്പോൾ അവസാനം കളിച്ച മാച്ച് വരെ നോക്കിക്കഴിഞ്ഞാൽ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ട്. 100% ആ യുണൈറ്റഡിൻ്റെ ബാൽജിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു യുണൈറ്റഡിൻ്റെ ലെജൻഡ് തന്നെയാണ് ഈ ഒരു ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന താരം. താരത്തെ സംബന്ധിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് പ്രീമിയർ ലീഗിലേക്ക് വന്നതിന് ശേഷം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ച, ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലെയറാണ് ബ്രൂണോ ഫെർണാണ്ടസ്. അപ്പോൾ അങ്ങനെയുള്ള ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടു പോകണോ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൂണോ ഫെർണാണ്ടസിനെ വിൽക്കണോ വേണ്ടയോ? ആരാധകരായിട്ടുള്ള നിങ്ങൾ പറയും. എന്നെ സംബന്ധിച്ച് ഞാൻ പറയും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം 31 വയസ്സേ ആയിട്ടുള്ളൂ. താരത്തെ സംബന്ധിച്ച് 2027 വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ ഒരു 3 വർഷത്തെ കൂടെ കോൺട്രാക്ട് കൊടുക്കുക, 2030 വരെ കോൺട്രാക്ട് കൊടുക്കുക. 2029 ആകുന്ന സമയത്ത് നോക്കുക, പെർഫോമൻസ് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിൽക്കുക. ആ സമയത്ത് വിൽക്കുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിക്കും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും മികച്ച, അത്രയും ക്വാളിറ്റി ഉള്ള ആ ഒരു ബാൾജിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ്, വിട്ടു കൊടുക്കരുത്. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ ചില ലെജൻസ് പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൂണോയെ വിറ്റിട്ട് ആ പൈസ ഉപയോഗിച്ച് യുവതാരങ്ങളെ ഡെവലപ്പ് ചെയ്യുക, ആ പൈസ യുവതാരങ്ങളെ നിക്ഷേപിക്കുക എന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലെജൻസ് ആണ്. ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഈ ലെജൻസ് കാരണമാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പോലും യുണൈറ്റഡിൻ്റെ ഫാനാകാൻ കാരണം ഇങ്ങനത്തെ ലെജൻസ് ആണ്. പക്ഷെ ഇവർ ഈ ഒരു ടീമിനെ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ഈ രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2030 വരെയുള്ള ഒരു കോൺട്രാക്ട് കൊടുത്ത് താരത്തെ നിലനിർത്തുക. താരത്തെ സംബന്ധിച്ച് യുണൈറ്റഡ് നല്ലൊരു കോൺട്രാക്ട് കൊടുക്കാൻ തയ്യാറാണ്. അതുമാത്രമല്ല, സൗദി MLS ഉൾപ്പെടെ പല ലീഗിൽ നിന്നും താരത്തിന് ഓഫറുണ്ട്. സൗദിയിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു ഓഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ താരം പൈസ കണ്ടു പോകുന്ന ഒരു ടൈപ്പ് അല്ല. താരം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇനി ഇടാൻ പോകുന്നത് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ അവസാനത്തെ കോൺട്രാക്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് ഞാൻ ഇടുന്നത് കൊണ്ട് തന്നെ എനിക്ക് ടീമിന് ഗുണമുള്ള, എനിക്ക് കുറച്ച് നേട്ടങ്ങൾ വേണം. അതായത് ട്രോഫീസ്, അച്ചീവ്മെൻറ്റ്സ്, ഇത് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റണം എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിബന്ധന എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് സ്ഥിരമായിട്ട് കളിക്കാൻ കഴിയുക എന്നതാണ്. അതായത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കളിക്കുന്നില്ല. എന്നാൽ പോയിന്റ് ടേബിളിൽ നിലവിൽ യുണൈറ്റഡ് ഉള്ളത് എവിടെയാണ്? 3-ാം സ്ഥാനത്താണ്. മൈക്കൽ കാരിക്കിൻ്റെ കീഴിൽ അവർ മികച്ച പെർഫോമൻസ് നടത്തുന്നു. 2026 തോറ്റിട്ടില്ല. കളിച്ച 7 കളിയിൽ 6 വിജയവും 1 സമനില എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരുന്ന ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു നിബന്ധന അങ്ങനെ സെറ്റായി. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മൈക്കൽ കാരിക്കിനെ കോച്ചായിട്ട് നിലനിർത്തുക. മൈക്കൽ കാരിക്കിൻ്റെ ആ ഒരു ടാറ്റിക്സും ആ ഒരു മെൻറ്റാലിറ്റിയും താരത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഫാൻസിൻ്റെയും ഒപ്പീനിയനൊക്കെ അത് തന്നെയാണ്. പക്ഷേ അറിയാലോ, ലെജൻസ് പറയുന്ന കാര്യം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. ലെജൻസ് പറയുന്നത് കാരിക്കിന് എക്സ്പീരിയൻസ് ഇല്ല, ടാറ്റിക്സ് ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊന്നുമില്ല. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലേ ട്രോഫീസ് അടിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. എന്ത് പറയാനെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ മൈക്കൽ കാരിക്കിന് ഒരു കോൺട്രാക്ട് കൊടുക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യുണൈറ്റഡ് ആയിട്ടൊരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ബ്രൂണോ ഫെർണാണ്ടസ് തയ്യാറാണ്. ബ്രൂണോ ഫെർണാണ്ടസിന് ഇപ്പോൾ കൊടുക്കുന്നതിനെക്കാട്ടിലും ഉയർന്ന ഒരു സാലറി, ഏതാണ്ട് 4000, അതായത് 4 ലക്ഷം പൗണ്ട് കൊടുക്കാൻ തയ്യാറാണ് അവർ എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പ് നൽകണം. അതായത് കാരിക്കിനെ
നിലനിർത്തുക കോച്ചായിട്ട് തന്നെ. ഒപ്പം ചാമ്പ്യൻസ് ലീഗ് സ്ഥിരമായിട്ട് കളിക്കാൻ കഴിയണം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മാനേജ്മെൻറ്റോട് ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. 500 സബ്സ്ക്രൈബിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, ബ്രൂണോ ഫെർണാണ്ടസിനെ വിൽക്കണോ അതോ ബ്രൂണോ ഫെർണാണ്ടസിന് പുതിയൊരു കോൺട്രാക്റ്റ് നൽകിയിട്ട് കുറച്ച് കാലം കൂടി, ഒരു 2-3 സീസൺ കൂടി നിലനിർത്തണം? നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടെയിൽ.